കൂളിമാട് മഹലിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹ ഫലഭോജനത്തിൻ്റെ വേദിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. തരാതരം വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിഭവങ്ങൾ അത്രയും, ഈ ഫലങ്ങൾ അത്രയും ഈ മഹലിൽ നിവാസികളായ ആളുകളുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അത് വളരെ ഓർഗാനിക് രീതിയിലാണ് അവർ കൃഷി ചെയ്തിട്ടുള്ളത്. അവരവരുടെ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതും പിന്നീട് അത് എല്ലാവരും കൂടി ഒരുമിച്ച് സമൂഹമായിട്ട് ഭുജിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് മെമ്പറാണ് കൂളിമാടിനെ പ്രതികരിച്ച റഫീഖ്. എനിക്ക് അറിയാനുള്ളത് ഇപ്പോൾ ഇവിടെ കൂളിമാട് എല്ലാ വർഷവും ഏകദേശം 3-4 വർഷങ്ങളായി ഇങ്ങനെ ഫലഭോജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളെ കൂളിമാട് മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങുന്ന സംഗതികൾ. അവിടെയാണ് പ്രകൃതിയിലുള്ള ഇത്തരം വിഭവങ്ങളുമായിട്ട് നിങ്ങൾ ഇത്തരമൊരു പരിപാടി വെക്കുന്നതും ഞാൻ കണ്ടു. ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇതിന് ഉന്തും തള്ളും കൂടിയിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്. അതൊന്നും അവർ പറയുന്ന ഇതിലുള്ള മന്തിയോ അല്ലെങ്കിൽ അൽഫാം പോലുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു ഫലഭോജന സംഭവം നടത്തിയിട്ടുള്ളത്. അതെ, മഹല്ല് കമ്മിറ്റി നേരത്തെ തീരുമാനിച്ച പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് കൂളിമാട് മഹല്ലിൽ ഒരു വീട്ടിലെങ്കിലും ഒരു ഫലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷത്തൈ വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പഴയതിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നടത്തിയത്. ഇപ്പോൾ ഒരു 2018 നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടുന്ന് നല്ല ഇനം മാത്തൈ കൊടുത്ത് അത് എല്ലാ വീടുകളിലും മല്ലിക മാത്തയ്യന് എല്ലാ വീടുകളിലും കൊണ്ടുപോയി വെച്ച് കുറേ അതൊക്കെ ഉണ്ടായി. അതിനുശേഷം വേറെ ഫലവൃക്ഷ തൈകളാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു മടങ്ങി വരവ് എങ്ങനെ അത് തിരിച്ച് നമ്മൾ അവിടേക്ക് കൊണ്ടുവരാം ഈ ജനറേഷനെ എന്നുള്ളതിനെക്കുറിച്ച് കുറേ ആലോചന നടത്തി. അപ്പോൾ ഇത്തരം കൂടലുകളിലൂടെയും അതുപോലെ ഇത്തരം പദ്ധതികളിലൂടെയും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി നേതൃത്വം ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. ഇവരൊക്കെ തന്നെയും വ്യത്യസ്ത രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നവരാണ്. മാത്രമല്ല എല്ലാം തന്നെ ഫലങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പഴങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ വിഭവങ്ങളാണ് കൊണ്ടുവന്നത്? ഞങ്ങൾ പല ആളുകളും പല സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പച്ചമാങ്ങ ജ്യൂസാണ് കൊണ്ടുവന്നത്, പിന്നെ ചക്കപ്പുഴുക്കും, മാങ്ങ പുഴുങ്ങിയത്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ തിന്നുന്ന സാധനമല്ല മാങ്ങ പുഴുക്ക്, നാടൻ മാങ്ങ, പിന്നെ പച്ചമാങ്ങ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം, പിന്നെ ക്യാരറ്റ് പോള, അതേമാതിരി പഴുത്ത ചക്ക, അങ്ങനെ പല വിഭവങ്ങളും കൊണ്ടുപോകും. ഇപ്പോൾ ഞങ്ങൾ കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്ത മഹല്ല് സംവിധാനം അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അതിനാവശ്യമായി പലതരത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മഹല്ലത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ മനുഷ്യ മക്കൾക്കും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ സുഖദുഃഖങ്ങൾ മനസ്സിലാക്കി അതുമായി സഹകരിച്ച് അവരുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ മഹല്ലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഈ പരമാവധി ഈ മഹല്ലത്തിലെ ആളുകളെ യോജിപ്പിച്ച് ഐക്യപ്പെടുവിച്ച് കൊണ്ടുപോകുക എന്നതാണ്. ഇവിടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചെറിയ നിലയിലെങ്കിലുമുള്ള വ്യത്യസ്തമായ ആശയഗതിക്കാരുണ്ട്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ തന്നെ വ്യത്യസ്ത മതങ്ങൾ, സുന്നത്തി ജമാഅത്തിൽ തന്നെ AP വിഭാഗം, EK വിഭാഗം, അതുപോലെ തന്നെ മുജാഹിദിൽ തന്നെ വലിയ മറ്റ് ഘടകങ്ങൾ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഘടകങ്ങളെല്ലാം ഇവിടെയുമുണ്ട്. പക്ഷേ അവരെയൊക്കെ കോർത്തിണക്കാൻ പറ്റാവുന്ന ഒരു വേദിയായിട്ട് ഈ മഹല്ല് ജമാഅത്തിനെ കാണണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ഏറെക്കുറെ വിജയിച്ചു വരികയാണ്. അവരൊക്കെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന കൊടിക്കീഴിൽ ഒന്നിച്ച് പൊതു വിഷയങ്ങളിൽ അണിനിരക്കാൻ അവരെല്ലാവരും തയ്യാറാകുന്നുണ്ട്. അത് മറ്റ് മതവിഭാഗങ്ങളും കുറച്ചാണെന്നുള്ളെങ്കിൽ പോലും അവരും നമ്മൾ മഹല്ല് ജമാഅത്തുമായി സഹകരിച്ച് പോവാണ്. അതുപോലെ ഞങ്ങൾ ഓരോ വർഷവും ഓരോ വേറിട്ട പരിപാടികളാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ, ഇപ്പോൾ ഫലവൃക്ഷങ്ങൾ തൈകൾ വിതരണം ചെയ്യുന്ന ഒരു രീതി കുറേ വർഷങ്ങളായിട്ടുണ്ടായി. അതിൽ ജാതിയും മതവും നോക്കാതെയാണ് വിതരണം ചെയ്തത്. പിന്നീട്
ആ ഫലവൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ഫലങ്ങൾ എടുത്തുകൊണ്ട് അത് പിന്നെ ഇവിടെ വെച്ചിട്ട് ഒന്നിച്ച് സംഘടിപ്പിച്ച് ഇവിടെ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുക എന്ന നിലയിലേക്ക് എത്തി. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ ഈ തവണയും കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ നോക്കി. അതിനെ ഞങ്ങളെ പ്രത്യേകമായി പ്രേരിപ്പിച്ച വികാരം എന്താണെന്ന് വെച്ചാൽ, കൂളിമാട് ഒരു ഫുഡ് ഹബ്ബാണ്. വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ആളുകൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ഭക്ഷണ സംസ്കാരമാണ് ലോകത്തെമ്പാടുമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്കും അത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നതോടൊപ്പം തന്നെ ആരോഗ്യവും നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരോഗ്യം പരിപാലിക്കുന്ന രൂപത്തിൽ പഴയ ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതിലേക്കുള്ളൊരു സന്ദേശം നൽകുക എന്നതുകൂടി ഇന്ന് നടത്തിയിട്ടുള്ള ഈ സാമൂഹ്യ ഫലഭോജനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു. കാരണം അവനവൻ്റെ പറമ്പുകളിൽ അവനവൻ വെച്ച് പിടിപ്പിച്ച ഫലവൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് അത് പഴങ്ങളും അതുപോലെ തന്നെ ആ പഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജ്യൂസുകൾ, മറ്റ് പലഹാരങ്ങൾ, പിന്നെ വീടിന് സ്ത്രീകൾ സ്വന്തമായി ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ, അതൊന്നിച്ച് അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് പുതുതായി ഇവിടേക്ക് എത്തിച്ച് അവിടുന്ന് കൂട്ടായി എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് കഴിക്കുക എന്നതാണ്. അവിടേക്ക് ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിച്ചു. എല്ലാ ആളുകളും പരമാവധി അവരുടേതായ വിഭവങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. അത് നല്ല നിലയിൽ ആ പ്രവൃത്തി ഞങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. അതിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന കാര്യം ഈ കൂട്ടായ്മ നിലനിർത്തുക, പുതിയ സമൂഹത്തോട് ഐക്യപ്പെടണം എന്നൊരു മെസ്സേജ് നൽകുക. അതോടൊപ്പം ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി പഴയ രീതിയിലേക്കുള്ള ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്ന ഒരു മെസ്സേജ് കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.